ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ഒരു ഗുലാബ് ജാം ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ വളരെ മനോഹരമായ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പാലും ബ്രെഡുമാണ്. അപ്പോൾ നമ്മളൊരു 10 സ്ലൈസ് ബ്രെഡ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡെല്ലാം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിന് വേണ്ടത് പാലാണ്. അത് നമ്മളൊരു 1/2 ലിറ്റർ പാലെടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു 200 മില്ലിയോളം മതിയാവും. ഇനി നമുക്ക് ഈ ബ്രെഡെല്ലാം നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കത് മുറിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം തീർത്തും ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴക്കില്ലേ, അതേ സെയിം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം തീർത്ത് നമ്മൾ മാവ് കുഴയ്ക്കുമ്പം കട്ട പിടിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ബ്രെഡ് ആയതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം തീർത്ത് നന്നായിട്ട് നമ്മൾ കുറച്ചായിട്ട് നമ്മൾ പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് കുഴയ്ക്കുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈ ഒന്ന് കഴുകിയ ശേഷം കയ്യിൽ കുറച്ച് എണ്ണ നമുക്ക് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്കെടുക്കണം. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ കറക്റ്റ് നമ്മളൊരു ചെറിയ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ തീർത്തിച്ചിട്ട് ചെറുതാക്കി നമ്മൾ ബോളുകൾ പരത്തിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോ ബോളുകൾ നമുക്കിങ്ങനെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിതവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാനിലേക്ക് ഇത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. മധുരം എത്ര കൂടിയാലും അത്രയ്ക്ക് നല്ലതാണ് ഗുലാബ് ജാമിന്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പോളം ചൂടുവെള്ളം നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്ലേവറിനായിട്ട് വാനില എസൻസോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ യാതൊരുവിധ എസൻസും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബോളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ മറ്റൊരു പാന് തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റ് റിഫൈൻഡ് ഓയിലുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ ഇത് മാക്സിമം ഇത് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഇത് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പല ഭാഗത്തും എന്താണ് ചൂട് കൂടുന്നതിനനുസരിച്ച് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. മാക്സിമം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഗുലാബ് ജാമിൻ്റെ ബോളെല്ലാം നമുക്ക് ഫ്രൈ ആയി കിട്ടുന്നതാണ്. അപ്പം ഈ സമയത്ത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഗ്യാസ് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ഞാനിത് ചെയ്തിട്ട് എനിക്ക് പണി വാളിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീർത്ത് ഒത്തിരി ക്രിസ്പി ആക്കണ്ട. നമ്മളൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴേക്ക് തന്നെ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം കറക്റ്റ് പരിവായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റണം. അപ്പോൾ പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീർത്തും ഫ്ലെയിം സിമ്മറിലിടണം. ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് മാത്രം നമ്മൾ ഇടുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഷുഗർ സിറപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഈ ഗുലാബ് ജാമ് മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക.
അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ നമുക്കൊരു ബോട്ടിലിനകത്താക്കി അതിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്താണ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂർ ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇത് വളരെ ക്രിസ്മസ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും ഇതിനുള്ളിലേക്ക് നല്ല മധുരമെല്ലാം ഇറങ്ങി നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗുലാബ് ജാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി സാധനമാണ്. നല്ലതായിട്ട് അതിൻ്റെ മധുരമൊക്കെ നന്നായിട്ട് ഇറക്കിടുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് വീട്ടിലും അതിസൂപ്പറായിട്ടൊരു ഗുലാബ് ജാം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.